ആരാധന തിമോത്തിയല്ലേ? ആരാധന യേശുവേ ആരാധന. 2 തിമോത്തി 2:13 നാം അവിശ്വസ്തരായിരുന്നാലും നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അതായത് തന്നെ തന്നെ നിഷേധിക്കാൻ നമുക്ക് സാധ്യമാണ്. അതായത് നമ്മൾ ഫ്രോഡായത് കൊണ്ടാണ്. ഫ്രോഡെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവനവനെ തന്നെ നിഷേധിക്കുന്ന ആൾക്കാരാണ്. എന്തെല്ലാം ദൈവത്തെ പറഞ്ഞാൽ ഇപ്പോൾ ചില ഭർത്താക്കന്മാരില്ലേ, അവരെ കുടിച്ചിട്ട് കയറി വരുമ്പോൾ ഭാര്യ ഉടനെ വിഷമെടുത്ത് കഴിക്കാൻ പോകും. ഉടനെ ഭാര്യയുടെ കൈ എടുത്തിട്ട് പറയും, കൈ എടുത്തിട്ട് അയാളുടെ തലയെ വെക്കും, അല്ലെങ്കിൽ അയാളുടെ കൈ എടുത്ത് ഭാര്യയുടെ തലയെ വെച്ച് കൊടുക്കും. എടീ നിൻ്റെ തലേ ആണ്, നീയാണ് സത്യം, ഞാൻ ഇതിനെ കുടിക്കത്തില്ല. എടോ മനുഷ്യ, ഇത്രയും കുറേ നാൾ തലയെ വെച്ച് എൻ്റെ തലക്ക് തലവേദന മാറണില്ലെന്ന് പറയും. ഇപ്പോൾ തലമുട്ടി പോകാൻ പോണെന്ന് പറയും. എന്താണെന്ന്? അയാൾ ഫ്രോഡാണ്. അയാൾ ഈ ഭാര്യ തൽക്കാലം പിന്തിരിപ്പിക്കാൻ വേണ്ടി ഈ കുടിയൻ എന്ത് ചെയ്യും? അയാളുടെ കൈ എടുത്ത് ഭാര്യയുടെ തലയെ വെച്ച് കൊടുക്കും. ഭാര്യയ്ക്ക് ആ കവനൻ്റിൽ വിശ്വാസമില്ല. എന്താ ഇങ്ങനെ കവനൻ്റ് പലത് കഴിഞ്ഞ് കൈയെടുത്ത് കുടിച്ചോണ്ട് വരുമ്പോൾ ഭാര്യ വിഷം എടുക്കുക, പുള്ളി കൈയെടുത്ത് തലയെ വെക്കുക. ഈ ഉടമ്പടി പല പ്രാവശ്യം നടന്നിട്ടുള്ളതാണെന്ന് പുള്ളിക്കറിയാം. ഫ്രോഡാണ്. തന്നെ അയാൾ നിഷേധിക്കും. പക്ഷേ ദൈവം അതാണ് പ്രശ്നം. ദൈവം നമ്മൾക്ക് എന്തെങ്കിലും വായിൽ നിന്ന് വിട്ട വാക്ക് പഴഞ്ചാക്കെന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോകും. നമ്മൾക്ക് നമ്മുടെ വാക്കിനോട് നമ്മൾ ഒരിക്കലും ഉത്തരവാദിത്തം കാണിക്കത്തില്ല. അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉഴപ്പണത്. ദൈവം അങ്ങനെ അല്ല. റീഡ് ഇറ്റ് അഗൈൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നാം അവിശ്വസ്തരായിരുന്നാലും നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അപ്പൊ ദൈവം സത്യമാണെന്ന് പറയുമ്പോൾ ആ സത്യത്തിൻ്റെ ഒരു പ്രവർത്തന രീതിയാണ് തന്നെ തന്നെ നിഷേധിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യും? നിങ്ങളുടെ ഉടമ്പടി നിങ്ങൾ ഉഴപ്പിയാലും അത് നടക്കും. പക്ഷേ പിശാച് നിങ്ങളോട് പറയും, നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയല്ല, നീ ഇപ്പോൾ ഉടമ്പടിയൊന്നും ചെയ്യണില്ലല്ല, എന്നിട്ട് നിനക്ക് ഉദ്യോഗം കിട്ടിയല്ല, അപ്പോൾ ഉടമ്പടിയല്ല കാര്യം. അത് സ്വാഭാവിക ഉടമ്പടി ചെയ്തില്ലെങ്കിൽ കിട്ടുമായിരുന്നു, പണിയായില്ലേ? അതായത് നിങ്ങളെ ഉതക്കുന്ന ഓരോ ഉതപ്പിലും പിശാച് ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഈ കള്ളക്കളികൾ മനസ്സിലാക്കണം നിങ്ങൾ. എന്തുകൊണ്ടാണ് നിങ്ങളെ ഉതപ്പ്? നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഉടമ്പടി നിങ്ങൾ മനഃപൂർവ്വം ഉഴപ്പണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളുടെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ അത്രയും സീരിയസ് ടൈപ്പ് പേഴ്സൺ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണത്തിൽ പോയി അളിയന്മാർ 3 പേരും കൂടി ഇരിക്കുമ്പോൾ പറയും, എൻ്റെ അളിയ നമ്മ കണ്ടിട്ട് എത്ര നാളായി. അപ്പോൾ പറയും, നീ മസ്കറ്റിലല്ലേ? നീ എത്ര കാലമായി? ഞാൻ 12 കൊല്ലം. നീ എത്ര കാലം? ഞാൻ 7 കൊല്ലം. ഈ 7 കൊല്ലം 12 കൊല്ലം പറയുന്നതിനാണെന്ന് പറയാം, വെള്ളം അടിക്കാനാണേ. അതിൻ്റെ ഈ 7 കൊല്ലവും 12 കൊല്ലത്തിൻ്റെ ഇവനെ എടുത്ത് വീണ് പോകും. ശരിയാണ്, അളിയെ കണ്ടിട്ട് 16 കൊല്ലമായി, 12 കൊല്ലമായി, 7 കൊല്ലമായി, ഇനി എപ്പോൾ കാണാനാണ്? മനുഷ്യന്മാരല്ലേ, ഇന്ന് കാണുന്നത് നാളെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോരോ സെൻറ്റിമെൻ്റ് അടിക്കുമ്പോൾ ഇവനും കുടിക്കും. അതോടെ പാപ്പടം വീണ് പോകും. പാപ്പടം വീണ് പോകുന്ന പാപ്പടനെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയും വീഴാനൊരു അവസരം തരികയാണ്. വീഴാനും ഒരു അവസരമാണത്. ദൈവം തന്നെ വീഴിക്കാൻ അനുവദിക്കും. എന്നിട്ടപ്പോൾ നിനക്ക് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് അയ്യോ എൻ്റെ മാതാവേ, എൻ്റെ കടങ്ങളെ, എൻ്റെ രോഗമേ, ഞാൻ ഉടമ്പടി ചെയ്താണല്ലോ, ഞാൻ തെറ്റിപ്പോയില്ല എന്ന് നിനക്ക് സങ്കടം വരും. സങ്കടം വരെ കുഴപ്പമില്ല, അതിൽ ദൈവസ്നേഹം ഉണ്ടാകണം. നിനക്ക് ദൈവസ്നേഹമല്ല, അയ്യോ ഞാൻ ഉടമ്പടി തെറ്റിപ്പോയില്ല, ഇതിൻ്റെ കടവടക്കാം. നിങ്ങൾക്ക് വിഷയസ്നേഹമാണുള്ളത്. നിങ്ങൾക്ക് ദുഃഖമുണ്ടേ, ഉടമ്പടി വീഴുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ട്. പക്ഷെ ആ ദുഃഖം ദൈവഹിതപ്രകാരമല്ല. ദുഃഖത്തിൻ്റെ പ്രശ്നം ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ഉണ്ടാവും, ഭൗതിക ദുഃഖം ഉണ്ടാവും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്തോസ് 7:10. 2 കൊരിന്തോസ് 7:10. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. പറഞ്ഞേ. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അപ്പോൾ ഈ പശ്ചാത്താപം എന്ന് പറയുന്ന ഒരു ദുഃഖമാണ്, പക്ഷേ രക്ഷാകരമാകണം. രക്ഷാകരം എന്ന് പറയുന്നത് എന്താണ്? രക്ഷ ആരാണ്? ലുക്ക 2:30 എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ക്രിസ്തുവിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പോൾ നിൻ്റെ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ഉണ്ടാക്കണം. രക്ഷാകരം എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ലഭിക്കുന്ന പശ്ചാത്താപമാണ്, അല്ലാതെ കേവല പശ്ചാത്താപമല്ല. നമ്മളെ കുമ്പസാരക്കൂട്ടിലൊക്കെ വേണ്ടത് ക്രിസ്തുവിനെ ലഭിക്കുന്ന പശ്ചാത്താപമാണ്, അല്ല പാപത്തെക്കുറിച്ച് ദുഃഖമില്ല. നിങ്ങളുടെ ഇപ്പോൾ വിശുദ്ധരായി ജീവിച്ചിട്ട് ദൈവത്തെ കഞ്ഞു വെക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കഥയുമില്ല. നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കാനാണ് നമ്മൾ
പാപം ഒഴിവാക്കി ജീവിക്കുകയും അഥവാ വീണു പോയാൽ നമ്മൾ ദുഃഖിക്കുകയും ചെയ്യണത് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വിഷയത്തിലാണ്. നമ്മുടെ ദുഃഖവും സന്തോഷവും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തു എന്ന് പറഞ്ഞ ഒരൊറ്റ പേരിലാണ്. ഈ ഗോട്ട് പോയിന്റ് മനസ്സിലായില്ലേ? നമ്മുടെ ദുഃഖം, നമുക്ക് ദുഃഖം ഉണ്ടായി, അത് ആ ദുഃഖം ദൈവഹിത പ്രകാരമാണെങ്കിൽ അത് ക്രിസ്തുവിന് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ദുഃഖമായിരിക്കണം. നമുക്കൊരു സന്തോഷമുണ്ടായി, സന്തോഷം എന്താ പറയുന്നത്? 5:41 എന്താ പറയണത്? യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി പറഞ്ഞേ, യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി ക്ലേശങ്ങൾ അനുഭവിച്ചതിൽ സന്തോഷത്തോടെ അവർ സംഘത്തിൽ നിന്ന് പുറത്തുപോയി. അവർ സന്തോഷമാണ്. നടപടി പുസ്തകത്തിൻ്റെ 5:41 2 കൊരിന്ത്യർ 7:10 ദുഃഖവും നടപടി പുസ്തകത്തിൻ്റെ 5:41 സന്തോഷവും ഒറ്റ വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുന്നത്. ഈ ഉടമ്പടി കാലാവസ്ഥ എന്ന് പറയണത് നമ്മുടെ ദുഃഖ സന്തോഷങ്ങളെ വിഷയത്തെയാണോ ഈ വ്യക്തിയെയാണോ ആശ്രയപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് പറയണമെങ്കിൽ അത് ക്രിസ്തുവിനെ പ്രതിയാണെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ. അപ്പോൾ നിങ്ങൾ കവനൻറ്റിലാണ്. അതാണ് നിലപാട് തറയെന്ന് പറയണത്, അനുയോജ്യമായ കാലാവസ്ഥ എന്ന് പറയണത്. ഉടമ്പടി റൈപ്പായിരിക്കുന്നു. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി പത്രം കൊടുത്തപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചതല്ലേ, എനിക്ക് നാണമുണ്ട് ഈ പത്രം കാവിക്കൊണ്ട് നടക്കാമെന്ന് ഓട്ടോറിക്ഷക്കാർ പറഞ്ഞ് അപ്പോൾ അവൾ പറഞ്ഞ് അത് ശരി, ഞാൻ രക്ഷപ്പെട്ടത് ഈ പത്രം കൊണ്ടാണ്, നിങ്ങളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കൊണ്ട് വിതരണം ചെയ്യണത്. ഞാനിതൊക്കെ നിങ്ങൾ ആദ്യം ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഇത് പറയണതല്ല, നിങ്ങൾ അവിടെ വന്ന് നോക്കണം ദൈവം എന്താണ് ചെയ്യണമെന്ന് കണ്ടെത്താൻ. അതാണ് സന്തോഷം ദൈവത്തെ പ്രതി. അവളെ ക്ലേശിപ്പിച്ച അതിൽ വേറെ വല്ലവരും ആണെങ്കിൽ അയ്യോ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറയണില്ല എന്ന് പറഞ്ഞ ഉടനെ വീട്ടിൽ നിന്ന് പോകും. നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളെക്കുറിച്ച് ഈശോ പറഞ്ഞ എന്താണ്? ഏറ്റവും വലിയ ശത്രുക്കളെന്ന് പറഞ്ഞ് ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈശോ പറഞ്ഞിരിക്കുന്നത് ആരാണ് ഏറ്റവും വലിയ ശത്രുക്കൾ? നമ്മുടെ കുടുംബത്തിലുള്ളവരാണെന്ന്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ. അപ്പൊ അമ്മ ശത്രുവായിട്ട് വരാം, അപ്പൻ ശത്രുവായിട്ട് വരാം. നിങ്ങൾ തേരും പാലും പഞ്ചാരം എന്ന് പറഞ്ഞ കക്ഷികളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ശത്രുതയുടെ അവതാരങ്ങളായിട്ട് നിൽക്കുകയാണ്. എന്താ കാര്യം എന്നറിയാമോ? നിങ്ങളെ പിഴപ്പിച്ചിരിക്കുന്ന പല ആൾക്കാരും ആൻറ്റിമാരായിരിക്കും. ഞാൻ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്, എപ്പോഴും പറഞ്ഞതാണ്. എന്താണെന്നറിയാമോ? ഓരോ ഡൈവേഴ്സും പരിശോധിക്കുമ്പോൾ, ഓരോ പ്രണയവും പരിശോധിക്കുമ്പോൾ, പ്രണയത്തിൽ ചില ആൾക്കാർ ചെന്ന് ചാടിയിട്ട് അപോഷണൊക്കെ നടക്കണ്ടല്ലോ, എല്ലാം തുടങ്ങി വെക്കണമ്പോഴെല്ലാം ആൻറ്റി എന്ന് പറയുന്ന ആ സംഭവത്തിന് ഇതെല്ലാം അറിയാൻ പറ്റും. കാര്യം നിങ്ങൾ ആദ്യം മുതൽ ഇൻട്രാക്ട് ചെയ്യണ ഒരു സംഭവമാണ്. അമ്മയല്ല, ആൻറ്റി. ആൻറ്റി വലിയൊരു അവതാരമാണ്. മിക്കവാറും നരകത്തിൽ ചെല്ലുമ്പോൾ ആൻറ്റിമാരായിരിക്കും കൂടുതൽ. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ വഴിപഴപ്പിച്ചതിൽ ആൻറ്റിയുടെ റോളെന്ന് പറയുന്നത് ചെറിയ റോളൊന്നുമല്ല. കാര്യം ഈ കൊച്ചെന്ന് പറഞ്ഞാൽ അവൾ എന്ത് ചെയ്താലും പക്ഷേ വീട്ടിൽ വഴക്കണ കാരണം ആൻറ്റി ഒരു സാന്ത്വനത്തിൻ്റെ ആളായ കാരണം അവിടെ എന്ന് പറയും. അപ്പോൾ എല്ലാ തിന്മകളും നന്മകളും ചെന്ന് പറയണതാണ്. എന്നിട്ട് ഈ പണ്ടാര ഇതിനെ വഴിതിരിച്ചിട്ട് തിന്മയിലേക്ക് വിടുകയാണ്. അത് ആത്മാവ് നഷ്ടപ്പെടുക. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അബോർഷനായാലും ഡൈവേഴ്സായാലും വേറെ എന്ത് പ്രാക്കപ്പെട്ട പരിപാടിയായാലും ഇതിൻ്റെ പിന്നിലുള്ള ശക്തി കുടുംബത്തിൽ തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഈശോ ചോദിക്കണത്, പത്രോസിനോട് വരെ ചോദിക്കും, എന്താണ്? ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുമോ? ഉടമ്പടി ഒരു തിരഞ്ഞെടുപ്പാണ്. ടേക്ക് ദ ബെഡ് ഫോർ ചോദിക്കട്ടെ, ഹല്ലേലൂയ, ഇവരെക്കാൾ അധികമായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന. യോഹന്നാൻ 21:15. യോഹന്നാൻ 21:15. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അതായത് യേശുവിൻ്റെ അതായത് സഭയുടെ തലയോടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സഭയുടെ തലയോട് ചോദിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അംഗങ്ങളോട് ചോദിച്ച ചോദ്യമാണത്. സഭയുടെ ഭൗതിക തലവൻ പത്രോസാണ്. അപ്പോൾ ഈ തലയോടാണ് ചോദിക്കുന്നത്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. വെച്ചാൽ സഭയോട്, സഭയുടെ അംഗങ്ങളോട്, യേശു വിശ്വസിക്കുന്ന എല്ലാവരോടും ചോദിച്ച ചോദ്യമാണ്.
യേശുവിൽ വിശ്വസിക്കുന്നവർ സഭയുടെ പുറത്ത് മാത്രമുണ്ട്. അവരോട് എല്ലാവരും കൂടി ചോദിച്ച ചോദ്യമാണത്. എന്താണ്? ഇവരെക്കാൾ അധികമായി കവനൻ്റിൽ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഈ കവനൻ്റ് റിലേഷനിലിരിക്കുന്ന ആൾക്കാർക്ക്, ഉടമ്പടി ബന്ധത്തിലിരിക്കുന്ന ആൾക്കാർക്ക് അവരോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്, ഞാൻ ഉടമ്പടി ചെയ്ത എൻ്റെ ദൈവത്തെക്കാൾ അധികമായി വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അതാണ് പ്രശ്നം. ഞാൻ കവനൻ്റ് ചെയ്ത ദൈവത്തെക്കാൾ ഇപ്പം എന്താ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ, ചില പ്രണയഭ്രാന്തി പിടിച്ച ആൾക്കാർ ഉടമ്പടി ചെയ്തിരിക്കുന്നത് അവളോ അവനോ സ്നേഹിക്കുന്ന കാമുകനോ കാമുകയോ ദൈവം വശത്താക്കി പിടിക്കാനുള്ള മാമാപ്പണി ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്തിരിക്കുന്നത്. എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ ഒഴിച്ചു തരാം. എന്താ കാര്യം? നിങ്ങളുടെ ഉള്ളിലുള്ള ജഡികമായ ആസക്തികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ദൈവം നിങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് നിത്യത വരെ നിങ്ങളെ കൊണ്ടുപോകാനുള്ള പാങ്ങുണ്ടാക്കി തീർക്കാനുള്ള പരിചരണങ്ങൾ നൽകുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന നടപടിക്രമം. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവ സ്നേഹത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു, ദൈവമേ, ദൈവഹിതപ്രകാരമല്ലാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ നടക്കരുത് എന്ന് പറയുന്നതിനാണ് ഉടമ്പടി സമർപ്പണം എന്ന് പറയുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നാലാമത്തെ എന്താണ്? സമർപ്പണം ഉടമ്പടി വരുമ്പോഴാണ് ആധ്യാത്മികതയിൽ സമർപ്പണം ശക്തി പ്രാപിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും സംഭവിക്കാതിരിക്കാൻ ഞാൻ സമ്പൂർണ്ണമായി ദൈവഹിതത്തിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാം. സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പം നമ്മൾ സതീശൻ്റെ സാക്ഷ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് സതീശൻ്റെ ആധ്യാത്മിക അനുഭവങ്ങളുടെ പരിണാമങ്ങളെ നമ്മൾ അതിൻ്റെ പരിച്ഛേദങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്താ അറിയാമോ? ഈ മനുഷ്യൻ സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സത്യസന്ധമായിട്ടാണ്. അല്ലാതെ ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വന്നിരിക്കുന്ന ആളല്ല. എനിക്ക് അടയാളം കിട്ടട്ടെ, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം, എന്നിട്ട് ഞാൻ പത്രം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ദൈവമായിട്ട് ഒരു കച്ചവട ബന്ധമില്ലേ? അങ്ങനെയുള്ള ഒരു മണ്ടത്തരം നീളെ കാണിച്ചില്ലേ? ഇയാൾ കറക്റ്റാണ് ആളെ. കറക്റ്റായത് കൊണ്ട് തന്നെ ദൈവം ടൈം ഷോട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഉടമ്പടിയുടെ ടൈം ഷോട്ടിങ്ങും നമ്മളുടെ ആത്മാർത്ഥതയും തമ്മിൽ കുറേ ബന്ധമുണ്ടായി. നമ്മൾ ഉടമ്പടി സത്യസന്ധരാണ്, വിശ്വസ്തരാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമെങ്കിൽ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അടയാളം കിട്ടാൻ തുടങ്ങും. നമ്മുടെ ഉടമ്പടിയുടെ മെയിൻ സംഭവമാണല്ലോ ടൈം ഷോട്ടിങ്ങും സമയച്ചുരുക്കം. ഈ സമയച്ചുരുക്കം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണതാണത്. അതായത് ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം എന്തിനാ കാത്തിരിക്കണം 90 ദിവസം? ദൈവം എന്തിനാ കാത്തിരിക്കണം 90 ദിവസം? നീ ഉടമ്പടി ചെയ്തിട്ടില്ല, പക്ഷെ ഉടമ്പടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നീ മിടുക്കായിട്ടും വ്യക്തമായിട്ടും സത്യമായിട്ടും വിശ്വസ്തയോടെ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാവുന്ന കാരണം നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉടമ്പടിയിൽ ഇടയാളങ്ങൾ തുടങ്ങാൻ തുടങ്ങും. അതാണ് സമയച്ചുരുക്കത്തിൻ്റെ പ്രത്യേകത. സമയം നീട്ടിക്കൊണ്ട് പോകണം നിങ്ങളാണേ, ദൈവമല്ല. ദൈവത്തിന് സമയമില്ലല്ലോ. പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സമയമില്ലാത്ത ദൈവത്തിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമയത്തിൻ്റെ ചുരുക്കത്തിൽ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായ നടപടിക്രമമാണ്. പക്ഷെ നമ്മൾ അവിശ്വസ്തത കാണിച്ചും ദൈവത്തെ ഉടമ്പടി രുചി നോക്കിയും ഒത്താൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിനക്ക് കിട്ടിയ അവന് കിട്ടിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചു നടക്കും. നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങൾ ഉടമ്പടി എന്ത് ചെയ്ത് കിട്ടിയ? ഇങ്ങനെ ഫോണെടുത്ത് വെച്ച് ചോദിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇതൊരു പ്രാക്കപ്പെട്ട പിശാചാണ്, ഇതിനെ കാലപ്പെടുത്തി നിലത്തിട്ട് അടിക്കണമെന്ന് ദൈവത്തിന് അറിയാം. എന്താ കാര്യം? വിശ്വാസമില്ലാതെ ദൈവത്തെ പറ്റിച്ചിരിക്കുകയാണ്. അയാൾ മൊബൈൽ എടുത്ത് വിളിച്ച് ചോദിക്കണം, കിട്ടിയ? നിങ്ങളുടെ ഉടമ്പടി എല്ലാം നടന്ന വല്ലതും ഇങ്ങനെ ചോദിക്കും. എന്താ വെച്ചാൽ ഇവള് ഇപ്പം തന്നെ ഫ്രോഡാണ് ശരിക്കും പറയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ അഭ്യാസം ദൈവത്തെ എടുത്ത് കാണിക്കരുത്. കാണിച്ചാൽ ഇത് വിളക്കാൻ തേക്കണ പാണ്ടാകും. പലർക്കും പാണ്ടായി നടക്കേണ്ട കാരണം അതാണ്. അപ്പം അതുകൊണ്ട് അനുതാപം ഉണ്ടാകണം. അനുതാപം ഉണ്ടാകുമ്പോൾ വിഷയത്തെപ്രതിയല്ല, ക്രിസ്തുവിൻ എന്ന വ്യക്തിയെപ്രതി അനുതാപം ഉണ്ടാകണം. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയെ നഷ്ടപ്പെടുകയോ
അങ്ങ് നഷ്ടപ്പെടുമ്പോൾ ദുഃഖമായിട്ട്, അങ്ങയുടെ നേടുമ്പോൾ സന്തോഷമായിട്ടും അനുഭവിക്കുന്ന സാക്ഷാത്തായ ദൈവരാജ്യത്തിന്റെ സന്തോഷത്തിലേക്ക് എന്നെ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ സതീഷിന്റെ ജീവിതത്തില് ആള് സത്യസന്ധനായത് കാരണം സമയച്ചുരുക്കമാണ് സംഭവിക്കുന്നത്. എപ്പോഴാണ് സഹോദരിയാണ് പെട്ടെന്ന് ആളെ ഹീലായത് കൊണ്ട് അത് ഭൗതികമായൊരു കാര്യമാണ്. അയാളുടെ ജീവിതത്തിൽ 2.5 വർഷങ്ങളായിട്ട് അല്ല പറഞ്ഞാൽ 18 വർഷമായിട്ടെന്ന് പറഞ്ഞു ഇത്രയും ഈ രോഗം കൊണ്ട് നടക്കുന്നത്. അയാൾ ഹീലായതല്ല പ്രശ്നം. അയാളോട് പരിശുദ്ധാത്മാ പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാർട്ടാകണമെന്ന് പറഞ്ഞു. അല്ല അച്ഛനും കപ്പേരും പള്ളിയൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത് സതീശനോട്. ആരാ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് പറഞ്ഞു. അതാണ് അയാൾ പറഞ്ഞത്. പരിശുദ്ധാത്മാവിൻ്റെ ദർശനങ്ങൾ ഇല്ലേ അയാൾ കണ്ട്, ദർശനം കിട്ടിയേക്കും. അയാൾ സ്വപ്നങ്ങൾ കണ്ടു. അപ്പോൾ അതിൻ്റെ പരിശുദ്ധമായ നിറഞ്ഞ് വസിച്ചു എന്നാണ് പറയണത്. അത് പരിശുദ്ധാത്മാവിനുണ്ടായ പ്രശ്നം ഈ പരിശുദ്ധാത്മാവിൻ്റെ കൂടി പ്രവർത്തനമാണ്. ഇപ്പം നമ്മൾ നടപടി പുസ്തകം 2:17 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ നടപടി 2:17 ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അത് ടൈം ഷോട്ടിങ് വരുന്ന സംഭവമാണത്. വൃദ്ധന്മാരെന്ന് പറയുമ്പോൾ എങ്ങനെയായാലും ഒരു 10-70 വയസ്സ് കൂടല്ലേ. അവരെന്താ കാണുന്നത്? 17 വയസ്സുകാരുടെ സ്വപ്നങ്ങൾ കാണുമെന്ന്. ജീവിതം അവർക്ക് റിജുവിനേറ്റായി കിട്ടും. യുവാക്കന്മാർക്ക് എന്താ സംഭവം? നമ്മൾ പക്വതയില്ലെന്ന് പറയും. അവരെന്താ കാണുന്നത്? ദർശനങ്ങളാണ് കാണുന്നത്. അവർക്ക് പക്വതയോ ഈ ഒരാളിനെ ആ പരിശുദ്ധാത്മ വരുമ്പോഴേ അത് ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങളാണേ. അതായത് അതുപോലെ ഒരു മാറ്റം ഈ മനുഷ്യനുണ്ടായി. ഈ മനുഷ്യനോട് പരിശുദ്ധാത്മ പറയും, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാർട്ടാകാൻ പറയും. അപ്പോൾ ക്രിസ്തുവിൻ്റെ പാർട്ടാകാനെന്ന് ഇയാൾക്ക് അറിയത്തില്ല. ഇയാളുടെ ക്രിസ്ത്യനല്ല ശരിക്കും പറഞ്ഞാൽ. ബൈബിളത്തെ ക്രിസ്ത്യനല്ല, ലൈഫിലുള്ള ക്രിസ്ത്യനല്ല. പക്ഷേ ഇയാൾ ഇങ്ങനെ ഇവരും ദൈവമായിട്ട് സ്വകാര്യ ബന്ധമാണ്. നിങ്ങൾ ദൈവമായിട്ടൊരു സ്വകാര്യ ബന്ധം ഉണ്ടാകണമെങ്കിൽ സഭ ഒരു പ്രഖ്യാപിത ഘടകമല്ല ശരിക്കും. ഞങ്ങൾക്കൊക്കെയാണ്, ഞങ്ങൾ സഭ ജനിച്ച ആൾക്കാരാണ്. അത് ജനിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ആണ്. ഞങ്ങൾ അല്പം തെറ്റിയാൽ ദൈവം വലിയ കൃപയാണ് നഷ്ടപ്പെടുത്താൻ പോണത് നമ്മൾ. കാര്യം എന്താ? നിങ്ങളെ അത്രയും വില കൊടുക്കുന്ന അത്രയും ഞങ്ങളൊന്നും വില കൊടുത്തിട്ടില്ല. ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്ന അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടി വരുന്ന നോക്കുമ്പോൾ ആ സാക്ഷ്യങ്ങളുടെ ലെവൽ നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോൾ ഒരു നോൺ ക്രിസ്ത്യൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ, നോൺ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് അവർ ആ ഉടമ്പടി കർശനം കൃത്യമായിട്ട് ചെയ്യും അല്ലേ. എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യും. അവർക്ക് ചോറൊക്കെ എടുത്ത് ഇത്ര കിലോമീറ്റർ അകലെ കൊണ്ടുപോയി കൊടുക്കും. രോഗികളെല്ലാം കണ്ട് അവരെ സഹായിക്കും. നിങ്ങൾ രോഗികളെയൊക്കെ കാണുമ്പോഴും അല്ല ചില രോഗികൾക്ക് ചില ആൾക്കാർ കൂട്ടു നിൽക്കാനൊക്കെ പോകത്തില്ല. ഇപ്പോഴത്തെ മെയിൻ സംഭവം എന്താണ്? കൂട്ടു നിൽക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ കൂട്ടിയിട്ട് ഭരിക്കണം ആൾക്കാർ. കൂട്ടു നിൽക്കാൻ ആരുമില്ല, അതുകൊണ്ട് എല്ലാവരെയും കൂട്ടിയിട്ടിട്ട് ഒരാളെ ഏൽപ്പിക്കും. അതല്ലേ ഇപ്പോൾ ലോകത്ത് ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നഴ്സുമാരൊക്കെ കയറിപ്പോണ്ട് എന്താണ് ചിലൊക്കെ സീനിയർ സിറ്റിസൻസിനെ നോക്കുകയാണ്. എന്താണ്? കൂട്ടു നിൽക്കാൻ ആരുമില്ല. ഇവർ സീനിയർ സിറ്റിസനെ നോക്കാൻ വേണ്ടി കൂട്ടു നിൽക്കാൻ പോകുമ്പോൾ നമ്മുടെ ഇവിടെ ഇതുപോലെ കൂട്ടു നിൽക്കാൻ ആരുമില്ലാതെ വീട്ടിൻ്റെ വരാന്തയിലും അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ദ്രവിച്ചും ഇങ്ങനെ കുത്തിയിരിക്കണേ കാണാം. അപ്പോൾ നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വാച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ
അല്ലേ? രോഗിനെയൊക്കെ കാണാൻ പോവുകയും നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ രോഗിനെ കാണാം, ആശുപത്രി വല്ല രോഗികളുണ്ടോ ചോദിക്കും. ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അച്ഛൻ പറഞ്ഞായിരുന്നു ഞാൻ എൻ്റെ രോഗിനെയൊക്കെ കാണാൻ പോകണമെന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വല്ലതും പോയിട്ടുണ്ടോ രോഗികൾ? നിങ്ങൾ ആശുപത്രി പോയായിരുന്നു അവർ വെറുതെ പോയി ഇത് വകുപ്പ് നോക്കിയെടുത്ത് പോകും. പോയി അവിടെ പോയി എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും. എൻ്റെ ചേച്ചി അവിടെ പോയിട്ട് നിങ്ങളെ ആദ്യ കാലങ്ങളിൽ എനിക്കറിയാം ഇത് ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞാൽ തുടങ്ങിയ സംഭവം. എന്നിട്ട് ഇവിടുത്തെ പാർട്ടി പ്രവർത്തിക്കുന്ന അക്രൈസ്തവരായിട്ട് ചില സഹോദരങ്ങളെ ഈ പത്രം എടുത്തുകൊണ്ട് ഹരിപ്പാട് ആശുപത്രി പോയിട്ട് ആ വല്യപ്പന് കണ്ടു കാണാൻ പാടില്ലായിരുന്നു രോഗിക്ക്. എന്ത് ചെയ്തെന്നറിയാമോ? ആ പത്രം മുഴുവൻ ആ ചേച്ചി അവിടെ നിന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തവർക്ക്. ഇങ്ങനെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ഇന്ന് കൃപാസനത്തിന് ഇത്രയും ചവിട്ടിയാൽ അപ്പം അനുഗ്രഹം കിട്ടുന്ന കാര്യം ഇതിൻ്റെ പിന്നിൽ ആസ്തികൾ ഇട്ടിരിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല, ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിച്ച ആയിരങ്ങളുണ്ട്. അവരെല്ലാവരും കാത്തലിക്സോ ക്രിസ്ത്യൻസോ അല്ല, പകുതിയോളം നോൺ ക്രിസ്ത്യൻസാണ്. അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനം എന്താ? ഹരിപ്പാട് ആശുപത്രി ചെന്ന് അപ്പാപ്പന് കണ്ണു കാണാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ആ 8 പേജ് പത്രവും അവിടെ ഇരുന്നിട്ട് വായിച്ച് കേൾപ്പിച്ച് കൊടുത്തു. അപ്പാപ്പ ഇതുപോലെ അപ്പാപ്പനെ സുഖപ്പെടുത്തി, ഞാൻ പ്രാർത്ഥിച്ചോളാം, ഉറപ്പ് കൊടുത്ത് പോരുകയാണ്. അവരെ ക്രിസ്തുവിനെ കൈമാറി പോരുകയാണ്. അപ്പോഴാണ് അതാണ് ഈ യുവാക്കന്മാരൊക്കെ ദർശനങ്ങൾ കാണുമെന്ന് പറഞ്ഞ ആധ്യാത്മിക പക്വതയിലേക്ക് ഈ മനുഷ്യൻ കൈമാറ്റക്കാരിയായി മാറുകയാണ്. ദൈവം നോക്കണേ എന്താണ്? ക്രിസ്തുവിനെ കൈമാറ്റാൻ നിങ്ങളെ കൊള്ളാമോ എന്നാണ് കവരൻ്റെ കഴിയുമ്പോൾ നോക്കണത്. അല്ല നിങ്ങൾക്ക് PR കിട്ടാനുള്ള പഴുതുണ്ടാക്കി തരാമെന്നല്ല. അതെന്ന് വെച്ചാൽ നിസ്സാരമായ കാര്യമാണ്. കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ 10,000ങ്ങളാണ് കിടക്കുന്നത്. ജപ്തി ആയാലും അതുപോലെ തന്നെ മാറാരോഗമായാലും 4th സ്റ്റേജ് ആയാലും എത്ര സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് വേണം? അപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം കിട്ടി, വയറിനകത്ത് മുഴ വന്ന് ക്യാൻസർ ആയിരിക്കണേ, അപ്പോൾ അത് ഓപ്പറേഷനാണ്. ഞാൻ പറഞ്ഞു മോളെ അത് ചുരുങ്ങിപ്പോകുമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാൻ തിരിഞ്ഞ് മാതാവിനോട് പറഞ്ഞു ഓപ്പറേഷനുള്ള ബോഡിയൊന്നും അവിടെ ഇല്ല, അത് ചുരുക്കിപ്പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ്. നിന്നോട് ചോദിക്കാതെയാണ് പറഞ്ഞത്, ഇപ്പം നിന്നോട് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് അവസാനം ചുരുങ്ങിപ്പോയി. അതെന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഉള്ളൊരു കമ്മ്യൂണിക്കേഷനാണത്. അവർ ചുരുക്കി വിടണം, അല്ലാതെ അവർക്ക് വേറെ അവിടെ നിൽക്കാൻ ബൈസ്റ്റാൻഡർ പോലും ഇല്ലാത്ത ആളാണ്. അവർക്ക് എന്തെങ്കിലും വന്നു പോയാൽ ഒരു കപ്പ് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ ആരും ഇല്ലാത്തവരാണ്. അപ്പം അത് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ ദൈവം മാത്രമേ അവർക്കുള്ളൂ. ഞാൻ അത്രേ അമ്മയെ പറഞ്ഞിട്ടുള്ളൂ, ദൈവം മാത്രമേ അവർക്കുള്ളതെന്നേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അത് ചുരുങ്ങിപ്പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത്, ദൈവം മാത്രമേ ഉള്ളവർക്ക്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ദൈവത്തിനെ അനുസരിച്ചുകൊണ്ട് ദൈവത്തിനെ സ്നേഹിച്ചുകൊണ്ട് മനുഷ്യൻ്റെ സങ്കടങ്ങളിൽ പങ്കെടുക്കണം. നിങ്ങൾ ആശുപത്രിയിൽ പോയി നിൽക്കുമ്പോൾ എന്താ ചെയ്യണം? നിങ്ങൾ ആശുപത്രിയിൽ പോയി സന്ദർശനമല്ല ഇത്, മറിച്ച് പങ്കെടുക്കലാണ്. ബൈബിൾ അങ്ങനെയാണ് പറയണത്. കൊളോസ്യസ് 1:11 എടുത്തേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 1:11 കൊളോസ്യൻസ്. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. ഈ നിത്യമഹത്വത്തിന് കാരണമാക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാവോ? ഭൂമിയിലുള്ള സഹിക്കുന്നവരുടെ സഹനങ്ങളോട് നമ്മൾ എടുക്കുന്ന പങ്കാളിത്തമാണ്. ഈ പങ്കാളിത്തത്തെക്കുറിച്ച് എന്താ പറയണത്? 1:11 പറഞ്ഞ് സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. അപ്പം സഹന ഇവിടെ ഒരു വിഷയം വെച്ചാൽ നിങ്ങൾക്ക് സഹനം ഉണ്ടെങ്കിൽ ഇപ്പം ഒരു ബൈസ്റ്റാൻഡർ, അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. ഒരു ബൈസ്റ്റാൻഡർ ഉടനെ അവർ കുറച്ച് കഴിയുമ്പോൾ ഒരു രോഗിയുടെ പോയി നിൽക്കണേ, അപ്പൻ്റെ കൂടെ നിന്നാലും അമ്മയുടെ കൂടെ നിന്നാലും ഈ അമ്മ മകളോട് പറയും, മകളെ കുഞ്ഞുങ്ങൾ വരാൻ സമയമായില്ല, നീ പോയിക്കോ എന്ന് പറയും.
എന്താണെന്നറിയാം? എന്തുകൊണ്ട് അമ്മ ആശുപത്രി കിടക്കുന്ന അമ്മയെടുത്ത് മകൾ കാണാൻ വേണ്ടി പോയി നിൽക്കുകയാണ്. അപ്പം അമ്മ മകളോട് പറയണതാണ്, എന്താണ് വേണം, മകളെ കുഞ്ഞുങ്ങൾ വരാൻ സമയമായില്ല, നീ പോണില്ലേ? എന്താ കാര്യം? അമ്മയ്ക്കറിയാം ഇവൾ വാച്ചിട്ട് നോക്കാൻ കുറഞ്ഞ നേരമായി, സമയമില്ലല്ലോ. അമ്മയ്ക്കറിയാവേ ഈ കളി കുറേ നേരമായി തുടങ്ങിയിട്ടേ, 2:30 തൊട്ട് തുടങ്ങിയാണ്. കഴിച്ചു നോക്കും, നേരോട്ട് നോക്കും, വാച്ചിട്ട് നോക്കും, പുറകോട്ട് നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ദുഃഖമാകുന്ന കാരണം അമ്മ അഡ്വാൻസ് പറഞ്ഞിരിക്കുകയാണ്, നീ പൊയ്ക്കോ എന്ന് വെച്ചാൽ ഈ സഹനത്തിൽ നമുക്കൊരു ആളിൻ്റെ സഹനത്തിൽ പങ്കെടുക്കണമെങ്കിൽ സന്തോഷം ഉണ്ടാകണം. വാച്ചിട്ട് നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ സഹനങ്ങളൊക്കെ ദൈവം അംഗീകരിക്കണമെങ്കിൽ സന്തോഷം ഉണ്ടാകുന്ന നോക്കും അതിൻ്റെ അകത്ത്. മനസ്സിലായില്ല? അത് സീരിയസ് വിഷയമാണ്. നിങ്ങൾക്ക് സഹനങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ പറയില്ല. ഭർത്താവിൻ്റെ നിങ്ങൾ സഹകരിക്കുന്നുണ്ട്, മക്കളുടെ കൂടെ സഹനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, നാട്ടുകാരുടെ സഹനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ സന്തോഷമില്ല. അത് കാരണം ഈ സംഭവങ്ങളെല്ലാം ഒരു പൊട്ടയായിരിക്കണേ. കാര്യം ദൈവസ്നേഹം ഉണ്ടെങ്കിലേ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ലെന്ന് ഈശോ പറഞ്ഞില്ലേ? അത് ഈ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വെക്കേണ്ട വചനമാണ്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. എനിക്ക് നിങ്ങളെ അറിയാം. ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 5:42 എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. അപ്പോൾ ഈ കർത്താവ് നോക്കണ ഒറ്റ, നിങ്ങൾ കവനൻ്റെ എടുത്തോ എടുത്തില്ലേ, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ അല്ലേ, ഇതൊന്നും അല്ല പ്രശ്നം. ദൈവം നോക്കണത് എന്താണ്? നിങ്ങളിൽ ദൈവസ്നേഹമുണ്ടോ ഇല്ലേ, അവിടെ വിഷയം. സതീഷ് എന്താ വിചാരിക്കണത്? സതീഷിന് ദൈവസ്നേഹമുണ്ട്, അതുകൊണ്ട് ദൈവം കമ്മ്യൂണിക്കബിളാണ്. അവനോട് പരിശുദ്ധാത്മ പറഞ്ഞു, ഇനി നിനക്കൊരു കുറവുണ്ട്, നീ ക്രിസ്തുവിൻ്റെ പാർട്ടാകണമെന്ന് പറഞ്ഞു. അപ്പോൾ സതീഷ് പറഞ്ഞു, ഞാനെങ്ങനെ ക്രിസ്തുവിൻ്റെ പാർട്ടാകണത്? അവന് പെട്ടെന്ന് പിടികിട്ടി. എന്താ കാര്യം? കുർബാനക്കൊക്കെ പോകാൻ തുടങ്ങിയ ആൾ, കുർബാനൊക്കെ പോകേണ്ട ആൾ, പക്ഷേ കുർബാനൊക്കെ ചെല്ലുമ്പോഴും കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഞാനായാലും പാർട്ടായിട്ട് കാര്യം. ഈ മനുഷ്യൻ അവസാനിപ്പിക്കണത്, ഇന്ന് എൻ്റെ പേര് ജോസഫാണെന്നും പറഞ്ഞാൽ അവസാനിപ്പിക്കണത്. അതെന്താ കാര്യത്തിന്? അതിൻ്റെ റിസ്ക് പുള്ളി എടുത്തു. എന്നുവെച്ചാൽ ഇതിൻ്റെ അകത്ത് അച്ഛനില്ല, പള്ളിയില്ല, പട്ടക്കാരനില്ല, സഭയില്ല, ഒന്നുമില്ല. അയാളും അയാളുടെ ദൈവവും തമ്മിലുള്ള ഇടപാടുകളേ ഉള്ളൂ അതിൻ്റെ അകത്ത്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ ഉടമ്പടിയിൽ ഇയാൾക്ക് നല്ല ദൈവസ്നേഹമുണ്ട്. കാര്യം ദൈവസ്നേഹം ഉണ്ടാകാൻ കാരണം ഇത്രയും നാൾ അനുഭവിക്കാത്ത ഒരു സൗഖ്യമാണ് അനുഭവിച്ചത്. പിന്നീട് അയാൾക്ക് കിട്ടിയ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവോടെ കൂടിയ ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, അയാളുടെ ദൈവമേഖലയിൽ ആയിപ്പെട്ടപ്പോഴപ്പോൾ അദ്ദേഹത്തിന് ദൈവത്തെക്കുറിച്ച് കൃത്യമായ ഒരാശയം കിട്ടി. ഉടമ്പടി റേഞ്ചുകൾ ഭയങ്കരമാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭൗതികമായ കണ്ണുനീര് ഒപ്പിയെടുക്കുക ആണ് ഞങ്ങളുടെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ലെന്ന് ഞാൻ ഈ ഉടമ്പടി തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഒരാളെ മതം മാറ്റുകയോ ഒരാളെ ജ്ഞാനസാരപ്പെടുത്തുകയോ ഇതൊന്നും കൃപാസനത്തിൻ്റെ ലക്ഷ്യമല്ല. ലക്ഷ്യമെന്താണ് കാര്യം? നിങ്ങൾ വേദനയില്ലാതെ സന്തോഷത്തോടെയും ഈ ഭൂമിയിൽ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട്. അതുകൊണ്ട് പ്രഖ്യാപിത നയം അത് തന്നെയാണ്. ഞങ്ങളാരും ഈ വിഷയത്തിൽ, നിങ്ങളുടെ വിശ്വാസ വിഷയത്തിൽ ഒന്നും ഇടപെടത്തില്ല. എന്താ കാര്യം? ഞങ്ങളോട് വിശ്വാസ വിഷയത്തിൽ ഇടപെടാനല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ജീവിത സങ്കടങ്ങളിൽ ദൈവത്തിൻ്റെ ആശ്വാസം പകർന്ന് തരാൻ നിങ്ങളെ തന്നെ ഒരുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതൊക്കെ മനസ്സിലാകും. അച്ഛന് ആൾക്കാരുമായിട്ട് ബന്ധമില്ല, അച്ഛൻ നിങ്ങളുടെ സംഭാവനയോ പണവുമായിട്ട് ബന്ധമില്ല. അച്ഛൻ എൻ്റെ അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉടമ്പടി എല്ലാം കറക്റ്റായിരിക്കണം. പിന്നെ എന്താണ്? നിങ്ങളുടെ വിഷയത്തിൻ്റെ രേഖ ഉണ്ടാകണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് മനസ്സിലായില്ല എന്തിനാ പ്രാധാന്യമെന്ന്. എന്തിനാ പ്രാധാന്യം? വിഷയത്തിനാണ് പ്രാധാന്യം. വിഷയത്തിനാണ് പ്രാധാന്യം. കാര്യം നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ, നിങ്ങൾ ആരായാലും, ഇവിടെ ഇപ്പോൾ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ കത്തോലിക്കൻ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി അല്ലാത്ത വ്യക്തി അങ്ങനെയല്ല കാണുന്നത്. നമ്മൾ ആൾക്കാരെ കാണുന്നത് സങ്കടമുണ്ടോ, സങ്കടമില്ലേ, അത്രയേ ഉള്ളൂ. രോഗമുണ്ടോ, രോഗമില്ലേ, ആ വിഷയത്തെ കാണുന്നത്. പക്ഷേ ആ വിഷയത്തിന് ഞങ്ങളെന്താ ചെയ്യണത്? ഞങ്ങൾ അനുഭവിച്ച ദൈവാനുഭവത്തെ നിങ്ങൾക്ക് പകർന്നു തരും. കാരണം ഞങ്ങൾക്ക് വേറെ അനുഭവങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞാൻ അനുഭവിച്ച ദൈവാനുഭവത്തെ നിങ്ങൾക്ക് പകർന്നു തരും. അപ്പോഴെന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങൾക്ക് എന്തു ചെയ്യണം? നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ജെനുവിനാണോ ഇല്ലയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായ? നിങ്ങൾ സഹിക്കുന്ന സഹനങ്ങൾക്ക് ആ സഹനത്തിൻ്റെ സമയത്ത് കൊളോസ്യസ് 1:11 അനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക്
സന്തോഷമുണ്ടാകണം. അപ്പോൾ എന്ത് ജോലി, പ്രേക്ഷിത ജോലി ആയാലും അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തി ആയാലും നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വന്നെങ്കിൽ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള കുറവുണ്ടാകും. കാര്യം കർത്താവ് 30 മേനി എന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ 60 മേനി എന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ 100 മേനി. ഇപ്പോൾ ഞാൻ പറയും യേശുവേ എല്ലാം കൂടി 100 മേനി എന്നൊക്കെ പറഞ്ഞാൽ പോരെ, പിന്നെ എന്തിനാണ് 30 പറയണത്? അപ്പം ചില ആൾക്കാരുടെ ആ നിങ്ങൾക്ക് ലഭിക്കുന്ന ആത്മീയ അനുഭവത്തിൻ്റെ അനുപാതമനുസരിച്ചും നിങ്ങളുടെ ഉടമ്പടിയിലുള്ള നിക്ഷേപം അനുസരിച്ച് കൊണ്ടും വിശ്വാസത്തിലുള്ള നിക്ഷേപം അനുസരിച്ച് കൊണ്ടുമാണ് ഈ മേനി വ്യത്യാസപ്പെടുന്നത്. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കർത്താവ് പറയും ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും ടേക്ക് ദി ബ്രെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ലൂക്കാ 7:28. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. മത്തായി 11:11. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നേക്കാൾ വലിയവനില്ല, എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. 5:19 മത്തായി. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മത്തായി 5:19. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ ഇപ്പൊ രണ്ട് എന്ത് മനസ്സിലായില്ലേ? ആദ്യം വായിച്ചതായിരുന്നു മത്തായി 10:11. അത് സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ. മത്തായി 5:19 വായിച്ചത് എന്താണ്? സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. അപ്പോൾ ദൈവരാജ്യത്തിൽ തന്നെ വലുതും ചെറുതുമുണ്ട്. ഇത് എന്തിന് ആനുപാതികമായിരിക്കും? നമ്മൾ ആർജിക്കുന്ന കൃപയ്ക്ക് ആനുപാതികമായിരിക്കും. അനുഗ്രഹത്തിനല്ല. ഈ ഭൂമി വെച്ച് അനുഗ്രഹം, ദൈവത്തെ വിശ്വസിക്കാത്തവർക്ക് അനുഗ്രഹം കിട്ടും. അത് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയും, ഭൗതിക ആനുകൂല്യങ്ങൾ. അത് നിരീശ്വരവാദികളും കിട്ടും. വിശ്വാസം ഇപ്പോൾ തന്നെ ആ ഇംഗ്ലണ്ടിൽ ഇപ്പോൾ പാസ്സായി വന്നിരിക്കുന്ന പ്രധാനമന്ത്രി നിരീശ്വരവാദിയാണ് ഇല്ലേ? അപ്പോൾ നിരീശ്വരവാദിയാണെങ്കിലും ഭൗതിക ആനുകൂല്യങ്ങളെ കിട്ടും. നമ്മൾ പറയുന്നത് ദൈവത്തെ അനുഭവിച്ച ആൾക്കാരുടെ ഏറ്റക്കുറച്ചിലാണ്. എന്താ അത് നിത്യമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ഭൂമിയിൽ എന്ത് കിട്ടണമെന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ, നിലവിലില്ല. ദൈവം ഈ ഉടമ്പടി ചെയ്യണത് എന്താണ്? ദൈവരാജ്യത്തിലെ വലിയവനുമുണ്ട് ചെറിയവനുമുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാകണത്? അവൻ ആർജിക്കുന്ന, അതാണ് കൊളോസ്യസ് 1:11 എന്താ വായിച്ചത് നമ്മൾ? സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. അപ്പോൾ ഒന്നുകൂടി വായിച്ചത്, സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിൻ്റെ ആനുപാതികമായി സർവശക്തിയിലും ബലം പ്രാപിക്കുന്നതിനാണ് നമ്മളെ കൃപയുടെ അഭിഷേകം എന്ന് പറയുന്നത്. ദൈവം കവനൻ്റിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ശക്തി ധരിക്കുക എന്നുള്ളതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ബലം പ്രാപിക്കുക. മനുഷ്യൻ ബലം പ്രാപിക്കുന്നത് ഒക്കെ നല്ല പ്രോട്ടീൻ കഴിച്ച് ജിംനേഷ്യത്തിൽ പോകുമ്പോഴാണ്. പക്ഷേ കൃപയുടെ ഉദ്ദേശം ആത്മാവിൻ്റെ ബലം പ്രാപിക്കലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും. 23 വർഷമായിട്ട് മക്കളില്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ ഉടമ്പടി എടുക്കുമ്പോൾ ഉടനെ ആ മാസം തന്നെ മക്കളുണ്ടാകണത്? അപ്പോൾ മാതാവ് കൊടുക്കണത്. അപ്പോൾ ഭൗതിക ആനുകൂല്യത്തിൽ ഈ ആൾക്കാരെ ഒരു പഞ്ഞവും ഇല്ല. പക്ഷേ ദൈവം ഉന്നം വെക്കുന്നത് അതല്ല. ഈ ഒരു സങ്കീർണമായ ഭൗതിക സാഹചര്യത്തിന് സമ്മർദ്ദം നൽകിയിരിക്കുന്നത് അതിലൂടെ നിങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്താനുള്ള സാധ്യതകൾ അന്വേഷിക്കുകയാണ് ഉടമ്പടി.
പിടിയോ? അതെന്താ ചെയ്യണം? അതിന് സഹനത്തിന് ഒരു വ്യക്തിക്ക് എപ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് അഗൈൻ, വായിച്ചേ. സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. അപ്പൊ നിങ്ങൾ ബലം പ്രാപിക്കുന്നത്, ഈ വാക്കും ദൈവരാജ്യം ബലവശമാക്കിയിരിക്കുന്ന വാക്കും സെയിമാണ്. ദൈവരാജ്യം ബലവശമാക്കിയിരിക്കുന്ന ശ്രുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 11:12. സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ, സ്നാപകയോഹന്നാന്റെ കാലം മുതൽ ഇന്ന് വരെ സ്വർഗ്ഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. അപ്പൊ ദൈവരാജ്യം ബലവാന്മാരാണ് പിടിച്ചടക്കുന്നത്. ഈ ബലമെന്ന് പറയുന്നത് എന്താണെന്നാണ് ഈ പറയണത്. എന്താണ് ബലം? കൃപയാണ് ബലം. പിടിയാ, കൃപ നമ്മൾ ആർജിക്കുന്നതിന് ആനുപാതികം എന്താ? അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിൻ്റെ ആനുപാതികമാണ്. അല്ല, നമുക്ക് വേറെ തോതില്ല, കൃപയ്ക്ക് തോതില്ല. കൃപയ്ക്ക് കൊളോസ്യസ് 1:11 ഒരേ തോതേ വെച്ചിട്ടുള്ളൂ. എന്താണ്? അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിൻ്റെ ആനുപാതികം. അത് 100 മേനിയാണ്. ഇതാണ് കർത്താവ് പറയണത്. നീതിമാന്മാർ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ ശോഭിക്കും. മത്തായി 13:43. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. എന്ന് പറഞ്ഞ അപ്പോൾ നീതിമാന്മാർ തന്റെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. ഈ മത്തായി 13:43 ആണ് 1 കൊളോസ്യൻസ് 1:11. എന്താണ്? അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവം എന്ന് പറയണത് അത് സൂര്യനാണ്. അതിന് ആനുപാതികമായിട്ടാണ്. അതുകൊണ്ടാണ് ഈശോ സൂര്യനെക്കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ. പത്രോസ് പറയും അത് 100 മേനിയാണ്. പക്ഷേ ഈശോയ്ക്ക് ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. എന്താണ്? ദൈവരാജ്യം നല്ല നിലത്ത് വീണത് 100 മേനിയും, ചിലത് 60 മേനിയും, ചിലത് 30 മേനിയും. അപ്പോൾ മറ്റുള്ളവർ 30 മേനിക്കാർക്കും ചാൻസ് ഉണ്ട്. പക്ഷേ അതിന് ഈശോ എന്താ പറഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൗലോസാണ് പറഞ്ഞിരിക്കണത്. 1 കൊരിന്ത്യർ 15:41 എന്താ പറയണത്? പുനരുദ്ധാനത്തിലെ ആത്മാക്കൾ ഇങ്ങനെ ഇരിക്കും. ചിലത് നക്ഷത്രങ്ങളെപ്പോലെ ഇരിക്കും, ചിലത് ചന്ദ്രനെപ്പോലെ ഇരിക്കും. അതാണ് 60 മേനി. നക്ഷത്രം 30 മേനി. പിന്നെ എന്താണ്? ചിലത് സൂര്യനെ പോലെ ഇരിക്കട്ടെ. അതാകുമ്പോൾ 100 മേനി. 1 കൊരിന്തോസ് 15:41. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ ഭൂമിയിൽ ആർജിക്കുന്ന കൃപ ആർജിച്ചത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയണത്. അത് 1 കൊളോസ്യർ 11:11 മനസ്സിലാക്കാൻ പറ്റാതെ സഹനത്തിന് സന്തോഷമുണ്ടാകും. എൻ്റെ മക്കളെ, നിങ്ങളുടെ സഹനങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നത് വരെ കൃപ ആർജിക്കാനുള്ള പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ബുദ്ധിപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ അകത്ത്. ഇതൊരു മാത്തമാറ്റിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണിത്. നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്കൊരു അമ്മായിയമ്മ, ഇപ്പോൾ ഇന്നാൾ ഒരു ചേട്ടത്തി സാക്ഷ്യം പറഞ്ഞാൽ എന്താണ് സാക്ഷ്യം പറഞ്ഞാൽ? അച്ഛൻ എന്താ പറഞ്ഞവർ? ഒരു അമ്മായിയപ്പം സാക്ഷ്യം പറഞ്ഞില്ലേ? എൻ്റെ മകളെ ഒരു കടുവാക്കാണ് കെട്ടിച്ചതെന്ന്. അപ്പം അച്ഛൻ വാപത്തി പിടിച്ച് മൈക്കും പോവാക്കി കളഞ്ഞ്. കാര്യം കടുവ വേണം ഇവിടെ വന്ന് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫിനെ കൈകാര്യം ചെയ്യുന്ന മേക്കിൽ വെച്ചല്ലേ പറഞ്ഞത്. എൻ്റെ മകളെ ഒരു കടുവാക്കാണ് കെട്ടിച്ചത്. അപ്പം കടുവയായിരിക്കും. ഈ കടുവയെ നമ്മൾക്ക് പൂച്ചയാക്കാൻ പറ്റും, പുലിയെ പൂച്ചയാക്കാൻ പറ്റും. 2 തരത്തിലാണ് വരണത്. ഒന്ന്, കൃപയാർജിക്കുമ്പോൾ നിനക്കത് അവരുണ്ടാക്കുന്ന സങ്കടങ്ങൾ, സംഘർഷങ്ങൾ നിനക്ക് സന്തോഷമാക്കി തോന്നും. എന്താ കാര്യം? ഇതിലൂടെ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ ഞാൻ പങ്കെടുക്കുന്നു. അതാണ് സംഭവം. ഇതിലൂടെ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ ഞാൻ പങ്കെടുക്കുന്നു. ക്രിസ്തുവിൻ്റെ സഹനം എന്ന് പറയണത് കർത്താവ് ഇനി ആർക്കും ഒന്നും അവിടെ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇനി കർത്താവ് റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. ആ റെക്കോർഡിൻ്റെ അപ്പുറത്ത് ഇനി ആർക്കും റെക്കോർഡ് ഇടാൻ പറ്റത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെയും ആൾക്കാർ അവനെ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന്
നമ്മളെല്ലാ സംഭവം മരിച്ചോടുകൂടി തീരുമല്ല. ക്രിസ്തുവിൻ്റെ സഹനം മരിച്ചിട്ടും തീരണില്ല. അവിടെ അയ്യൻ്റെ ആറ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ നോക്കിയിട്ട് വഴിയെ പോകുന്ന ആൾക്കാർ പറയും, എന്താ പറയണത്, ഇവൻ രാജാവല്ലേ, ഇവൻ എന്നാൽ പിന്നെ ഇവനെ രക്ഷിക്കാൻ പാടില്ല, ഞാൻ ഇറങ്ങി വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവർക്ക് അപ്പം മരിച്ചിട്ടും ആക്ഷേപിക്കുന്നതിലേക്ക് അവിടം വരെ എത്തിയിട്ടില്ല സെൻറ്റ് പോൾ പറയണത്. അവൻ മരണത്തോളോ തന്നെ താഴ്ത്തിയെന്നാണ് പറയണത്. പക്ഷെ അവൻ മരണത്തോളം അല്ല താഴ്ത്തിയത്, അവൻ മരണാനന്തരം തന്നെ താഴ്ത്തിയവനാണ് ക്രിസ്തു. കൈയടിച്ച് ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ഞങ്ങൾ ആരാധിക്കുന്നു.